ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഗീതു ഇങ്ങനെ ഗോവിന്ദനോട് പറയുന്നുണ്ട് ബെഡ്ഷീറ്റ് വിരിക്കുക, ഞാനിങ്ങനെ വിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഗീതു ശരിക്കും വിരിക്കുവാണ്. അപ്പം ഗോവിന്ദ് വിരിച്ചിട്ട് എന്ത് ശരിയാവുന്നില്ലോ. അപ്പം ഗീതു പറയും ഗോവിന്ദനോട് പറയും ഇതൊക്കെ പഠിക്കണ്ടേ, ഈ സൈഡ് ഇതൊക്കെ നമുക്ക് രണ്ടുപേർക്കൂടെ വിരിക്കാമെന്ന് പറഞ്ഞ് ഗോവിന്ദനും ഇങ്ങനെ ഗീതു വിരിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഗോവിന്ദോട് വിരിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഗോവിന്ദ് പറയുന്നുണ്ട് ഇങ്ങനെ ബെഡ്ഷീറ്റിൽ അങ്ങനെയൊന്നുമില്ല, പായലാണെങ്കിൽ ഞാൻ കിടന്നുറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഇല്ലായിരുന്നു, സൗകര്യങ്ങളില്ല എന്നൊക്കെ ഗോവിന്ദ് ഇങ്ങനെ പറയാൻ തുടങ്ങുന്നു. അപ്പം ഗീതു പറയാം ഇനിയിപ്പോൾ രാധികാമ്മയുടെ താരാട്ടുപാട്ടിലായിരിക്കൂലേ ഈ പഴങ്കഥ തീരുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഗീതുവിനങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. രാധികാമ്മയെക്കുറിച്ച് ഇങ്ങനെയൊന്നും ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നതൊന്നും ഗോവിന്ദൻ അറിയില്ലോ രാധികാമ്മയുടെ സ്വഭാവം അവ എന്താന്ന് ഗോവിന്ദ് ഇതുവരെ മനസ്സിലാക്കിയില്ലാത്തതുകൊണ്ടാണ് ഗീതു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്. അതിനുശേഷം പിന്നെ ഗോവിന്ദൻ കൂടി ഷീറ്റൊക്കെ കുടിച്ച് അവർ കിടക്കും കേട്ടോ. ഗോവിന്ദൻ ഇങ്ങനെ കിടന്നു കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതു വെള്ളം എടുത്ത് കുടിക്കാൻ നോക്കുക. വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ വെള്ളമില്ല. അതേസമയം പിന്നെ കാണിച്ചിരിക്കുന്നത് കാഞ്ചനയാണ്. കാഞ്ചന ഇരുന്ന് ടി വി ആണ്. എല്ലാവരും കിടന്നു. അങ്ങനെ കുറേ സമയം കാഞ്ചന ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നു. പ്രേത സിനിമ ഏതോ കണ്ടുകൊണ്ടിരുന്ന് കാഞ്ചന ഇങ്ങനെ പേടിച്ചൊക്കെ ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനെ നോക്കുമ്പോൾ ആരോ പുറത്തിങ്ങനെ നടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. രഞ്ജുവിനെ ഫോൺ വിളിച്ചു, ധ്യാൻ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു നിൻ്റെ റൂമിൻ്റെ തൊട്ട് താഴെ ഞാനുണ്ട്, നീ ഇങ്ങ് ഇറങ്ങി വാ, എനിക്ക് നിന്നെ കാണണം, കാണാതെ പറ്റത്തില്ല, നീ വരണമെന്ന് പറയും. അപ്പം രഞ്ജു ആദ്യം പോകാൻ ഒരു മടി കാണിക്കില്ല, അല്ല ഞാൻ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്, നീ ഇങ്ങ് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് രഞ്ജു ഇങ്ങനെ രഞ്ജു ധ്യാനെ കാണാൻ വേണ്ടി ഇറങ്ങി ചെല്ലുവാണ്. പക്ഷേ അപ്പോഴത്തേക്കും പുറത്ത് ആരും ഇങ്ങനെ നിൽക്കുന്നത് ഈ കാഞ്ചന കാണുന്നുണ്ട്. അപ്പോൾ കാഞ്ചന ഇങ്ങനെ ആദ്യം ഒന്ന് പേടിച്ചു. അപ്പം കാഞ്ചന വിചാരിക്കുക ഗീതുപ്പാപ്പയുടെ അവിഹിതമാണിത്, ഗീതുപ്പാപ്പയുടെ ഇത് വേറെ ആരോ ആണ്, ഇന്നിത് പൊക്കണം, ഇതെല്ലാവരുടെ അടുത്ത് പറയണം. അങ്ങനെ കാഞ്ചന അങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്താണേലും ഇതറിഞ്ഞു കഴിഞ്ഞാൽ രാധികാമ്മയ്ക്ക് സന്തോഷമാകും. അപ്പോൾ ഇതെന്ത് കയ്യോടെ പൊക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ ആരോ തലേ തുണി ഇട്ടുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതും കാഞ്ചന കാണുന്നുണ്ട്. അപ്പോൾ കാഞ്ചന പയ്യെ പതുങ്ങി ചെന്നിട്ട് ഡോറിൻ്റെ സൈഡിൽ ചെന്നിട്ട് ഇങ്ങനെ ചെന്ന് നോക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ കാഞ്ചനയ്ക്ക് ഇത് ആരാന്ന് മനസ്സിലാവുന്നില്ല. അപ്പം ഗീതു വന്ന് കാഞ്ചനയ്ക്ക് തോന്നണത്. അതേസമയം രഞ്ജു ഇങ്ങനെ പയ്യെ തലയിലൊരു തുണിയൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. രഞ്ജു തലയിൽ തുണിയൊക്കെ ഇട്ടിട്ട് പയ്യെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി പോയി നിൽക്കുകയാണ്. എന്നിട്ട് അതേസമയം ഗീതു എഴുന്നേറ്റിട്ട് വെള്ളം കുടിക്കാൻ നോക്കിയപ്പോൾ വെള്ളമില്ല. അപ്പം ഗീതു ജഗ്ഗിൽ വെള്ളമില്ലാഞ്ഞുകൊണ്ട് ഗീതു വെള്ളം കുടിക്കാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഗീതുവിനെ കാണുന്നത് കാഞ്ചന പിന്നെ പേടിച്ചു, അയ്യോ ഇത് രാധികാമ്മ പറഞ്ഞ പോലെ പ്രേതം തന്നെയാണ്, ഇത് പ്രേതമാണ്, പ്രേതബാധ തന്നെയാണ്, ഗോവിന്ദൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പ്രേതം തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഗീതുവിൻ്റെ അടുത്ത് പറയാം. ഇത് ഗീതു ഇവിടെയും ഗീതു അവിടെയും ഗീതു എന്ന് പറഞ്ഞിട്ട് വേഗം കാഞ്ചന പേടിച്ച് ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നേച്ച് പറയുകയാണ് അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന്. അപ്പോഴത്തേക്കും പയ്യെ കാഞ്ചനയും ഗീതുവും കൂടെ പയ്യെ പോയിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പം ഗീതുവിന് ആരാന്ന് മനസ്സിലായി. അത് രഞ്ജുവും ധ്യാനുമാണ് ഗീതുവിന് മനസ്സിലായി. അപ്പം ഗീതു വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ വെച്ച് ഇവരെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞതാകുമല്ലോ, പ്രശ്നമാക്കുമല്ലോ. അതുകൊണ്ടപ്പോഴത്തേക്കും ഇവർ കേൾക്കാൻ വേണ്ടിയിട്ട് ഗീതു ഉറക്കെ വിളിച്ചു പറയും അവിടെയെങ്ങും ആരുമില്ല, ഞാനെങ്ങും അവിടെ ആരെയും കണ്ടില്ല. എന്നപ്പോൾ ഇവരുടെ സൗണ്ട് കേട്ടപ്പോഴത്തേ അത് ഗീതുവിൻ്റെ സൗണ്ടാണല്ലോ എന്ന് രഞ്ജു പറയുകയും ചെയ്തു. എന്നിട്ട് അവരുണ്ടൊരു ആ മതിലിൻ്റെ സൈഡിലേക്ക് മാറി നിൽക്കുന്നുണ്ട്. അപ്പം ഇവരതിന് മുന്നേ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെയാണ് ഈ കാഞ്ചന കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഭാഗത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷത്തേക്കും ഇവർ ഗീതുവിൻ്റെ സൗണ്ടാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും കാഞ്ചനയാണെങ്കിൽ അയ്യോ ഗീതു പറയുകയും ചെയ്തു ഞാനവിടെ ആരെയും കണ്ടുമില്ല എന്ന്. പക്ഷെ കാഞ്ചന കാണുകയും ചെയ്തല്ലോ, കാഞ്ചന അവിടെ ബോധം കെട്ടങ്ങ് വീണു. അപ്പോഴത്തേക്കും കാഞ്ചന വീണപ്പോഴത്തേക്കും ഇവരുടെ സൗണ്ട് കേട്ടിട്ട് രഞ്ജു വേഗം അകത്തേക്ക് കയറി വരിക. രഞ്ജുവിൻ്റെ ധ്യാൻ്റെ അടുത്തേക്ക് ഗീതു ഇറങ്ങി ചെല്ലുക. എന്തെങ്കിലും കാണണേ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ഇവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഗീതുവിൻ്റെ മുന്നിൽ ഇങ്ങനെ ഗീതു കണ്ടുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും രഞ്ജുവിനും ധ്യാനും ഒരു ചമ്മലൊക്കെ ഉണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട് അങ്ങനെ. അപ്പോൾ രഞ്ജു വേഗം അങ്ങ് പോകുക കേട്ടോ. രഞ്ജു അല്ല ധ്യാൻ വേഗം അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും രഞ്ജു ഗീതും കൂടെ അകത്തേക്ക് കയറി വരുവാണ്. അകത്തേക്ക് കയറി വന്നിട്ട് വേഗം ഇവരുണ്ടൊരു കൂടെ കാഞ്ചനെ പിടിച്ച് പൊക്കുക കേട്ടോ. അപ്പോഴത്തേക്കും കാഞ്ചന പറയും ഇത് പ്രേതം തന്നെ ആയിരുന്നു, ഇത് പ്രേതം തന്നെയായിരുന്നു. പ്രേതം എന്ന് ചോദിക്കുമ്പോൾ അതെ അവിടെ ഒരു പ്രേതം വന്നിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ഗോവിന്ദൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പ്രേതം അവിടെ ഉണ്ടായിരുന്നു, അവിടെ കെട്ടിപ്പിടിച്ച് നിന്ന് രണ്ടുപേരോട് ഉമ്മ കൊടുക്കുന്ന കണ്ടു എന്ന് കാഞ്ചന പറയാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും രഞ്ജുവിൻ്റെ മുഖത്തേക്ക് ഗീതു ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം രഞ്ജുവിനൊരു ചമ്മൽ തോന്നുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഇവർ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്ന് ഉമ്മ കൊടുത്ത കാര്യമൊക്കെ ഇപ്പോൾ കാഞ്ചന ഇങ്ങനെ പറഞ്ഞല്ലോ, അതിപ്പോൾ പ്രേതമാണെന്നുള്ള രീതിയിലാണല്ലോ കാഞ്ചന പറയുന്നത്. പക്ഷേ ഇത് സത്യം എന്താണെന്ന് രഞ്ജുവിനും
ഗീതുവിന് മനസ്സിലായില്ലോ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കിഷോറിനെയാണ്. കിഷോർ ഇങ്ങനെ കട്ടിലിരുന്ന് ആലോചിക്കുവാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർണികയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. അവർണികയുടെ ഫോൺ ബെല്ലടിക്കുമ്പോൾ ഇതാരാ, അവളുടെ മറ്റേ കാമുകനാന്നുള്ള രീതിയിലാണ് കിഷോർ. അപ്പോൾ കിഷോർ ഫോൺ എടുക്കുക. ഫോൺ എടുത്തു കഴിയുമ്പോൾ നാളെ ഇത്ര സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നാണ് അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് പറയും. അപ്പോഴത്തേക്കും വേഗം അവൾ വന്നിട്ട് ചോദിക്കുന്നു ആരാ വിളിച്ചതെന്ന്. അവരുടെ ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് പറയും. അപ്പോൾ അവരുടെ പറയാം നീ എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ വരണമെന്ന് പറയും. ഞാൻ നിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ വരുമൊന്നുമില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, നിനക്ക് വേണമെങ്കിൽ എൻ്റെ അങ്ങനെ അവനെ വിളിച്ചിട്ട് പോയിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ അവർണികയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർണിക പറയുന്നുണ്ട് എന്താ എനിക്ക് തരാനുണ്ട് എൻ്റെ വീതമൊന്നും അന്നേരം ഞാൻ പൊക്കോളാം, എന്നിട്ട് നിനക്ക് എങ്ങോട്ടേലും പോകണമെങ്കിൽ അങ്ങ് പൊക്കോളാനും പറഞ്ഞ് അവർണികയുടെ അടുത്ത് ഇങ്ങനെ കിഷോർ പറയുകയാണ്. അപ്പോൾ അവർണിക പറയുന്നുണ്ട് എനിക്കറിയാം എന്താ തീരുമാനിക്കേണ്ടത്, ഞാൻ ആരുടെ കൂട്ടത്തിലാണ് പോകേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിഷോറിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന അവർണികേനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.